ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി കേട്ടോ. ടൂറും ഓണസദ്യയും ഓണം എല്ലാം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നാണെങ്കിൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ചേച്ചിയും അമ്മയും അച്ഛനും പ്രവീൺ ചേട്ടനും എല്ലാവരും വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം കുറേ നാളായി എല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ട്. എനിക്ക് തോന്നുന്നു ശ്രീമോൻ്റെ ബർത്ത്ഡേക്ക് കൂടിയിട്ട് എല്ലാവരും കൂടെ പോയതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ചേച്ചി ഒന്ന് വരും, അച്ഛൻ ഇടയ്ക്ക് വരും, അമ്മ ഇടയ്ക്ക് വരും, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ, നമ്മളല്ലാതെ അവിടെ പോയും ഹോട്ടലിൽ നിന്ന് കഴിക്കും, പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കുറേ നാളായി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ആർക്കും പോകണ്ടാത്തതുകൊണ്ട് തന്നെ താമസിച്ചാണ് എഴുന്നേറ്റ് കഴിഞ്ഞാണ് ഇത് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ പ്രവീൺ ചേട്ടൻ നാളെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എപ്പോൾ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ അവർ രാത്രി വരാമെന്ന് സമ്മതിച്ചു. പിന്നെ അച്ഛനെ അമ്മയും വിളിച്ച് സമ്മതിപ്പിച്ചു. അച്ഛൻ പിന്നെ രാത്രി വന്നിട്ട് രാത്രി തന്നെ പോകാനൊക്കെ പാടാം, വെളുപ്പിനെ കട തുറക്കുന്നതുകൊണ്ട് രാത്രി തന്നെ അങ്ങ് പോകും, നിൽക്കത്തില്ല. അപ്പം ഞാൻ നിൽക്കണമെന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ സമ്മതിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഏട്ടനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വിട്ടിട്ടുണ്ട്. ചിക്കനും ചീനിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഏട്ടൻ പോയേക്കുവാണ്. ശ്രീമോനെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ സവാള അങ്ങ് അരിഞ്ഞ് വെച്ചാണ്. അപ്പോൾ അത്രയും ജോലി ഒതുങ്ങിയിരിക്കുമല്ലോ, സമയം കുറച്ചായിട്ടും ഉണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല, താമസിച്ച് എഴുന്നേറ്റുകൊണ്ട് താമസിച്ച് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ശ്രീമോനെ ഞാനിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ തൈര് അവൻ്റെ കയ്യിലിരിക്കുമായിരുന്നു, തൈരും ഇങ്ങനെ വാങ്ങിച്ചു. നമുക്ക് മോരുകറിയും കൂടെ വെക്കണേ. ചീനി വേവിച്ചാൽ ഞാൻ മോരുകറി വെക്കും. എനിക്ക് പിന്നെ ചോറിൻ്റെ കൂടെ മോരുകറിയും ചിക്കനും ചോറും മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. മോരുകറിയും ചിക്കനും അല്ലെങ്കിൽ മോരുകറിയും ബീഫും അതൊക്കെ എനിക്കിഷ്ടമാണ്. ചോറ് കൊണ്ടുപോകേണ്ടപ്പോഴാണ് 3-4 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കുന്നത്. വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ 1-2 കറികളൊക്കെ മതി. അപ്പം മീനാണെങ്കിൽ അരപ്പ് വെച്ചത് അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ചിക്കൻ കറിയും വെച്ച് മോരുകറിയും മീൻ വറുത്തതും ആക്കി കഴിഞ്ഞാൽ കൊഞ്ചച്ചാറും ഇരിപ്പുണ്ട്, നാരങ്ങാച്ചാറും ഉണ്ട്, മാങ്ങാച്ചാറ് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ചീനി രാത്രിയിലത്തേക്ക് വേവിക്കാമെന്ന് കരുതി. അങ്ങനെ അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങ് ചിക്കൻ കറി വെക്കാൻ വേണ്ടി തുടങ്ങുവാണേ. അപ്പോൾ സമയമുണ്ടല്ലോ നമുക്ക്. രാവിലെ കഴിച്ചിട്ടില്ല, അത് വേറൊരു സത്യം. എങ്കിലും കുക്കറി വെച്ചടിച്ച് കുളവാക്കണ്ടല്ലോ എന്നും കരുതി ഞാനാണെങ്കിൽ അത് ഇരുമ്പ് ചീനിച്ചട്ടിയിലോട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അതിലിരുന്ന് കുറുകി വറ്റി വരണമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശ്രീമോനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല, താമസിച്ച് എഴുന്നേറ്റത് കൊണ്ട് രാവിലെ അങ്ങ് ഏട്ടൻ്റെ കൂടെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മൂശാട്ടേ കയറി ഇരിക്കുവാണ് എൻ്റെ കയ്യിൽ. ഏട്ടൻ്റെ കയ്യിലും പോകുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് സമയം അവനെ വെച്ചുകൊണ്ടൊക്കെ ചെയ്തിട്ട് ഞാൻ പതുക്കെ കൊണ്ട് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പിന്നെ കൂടെ ഉണ്ടല്ലോ, കസേരയിലൊക്കെ കയറിയാലും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ നോക്കിക്കോളും. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങ് പോന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചിക്കനുള്ള സവാളയെല്ലാം അരിഞ്ഞ് എല്ലാം അടുപ്പിൽ വെച്ചിട്ട് ചിക്കൻ വൃത്തിയാക്കാനായിട്ട് വന്നതാണ്. കറി വെക്കാനായിട്ടുള്ള ചിക്കൻ മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ. വൈകിട്ട് വാങ്ങിക്കാമെന്ന് ഏട്ടൻ പറഞ്ഞു, വറക്കാനുള്ളത്. പിള്ളേർക്കാണെങ്കിലും വറക്കുന്ന ഇഷ്ടം, വറക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്തത് ചൂടോടെ അവർ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കുക, ഇപ്പോഴേ വാങ്ങിച്ച് വെക്കണ്ട, പിന്നെ അത് ഐസ് പോകാനൊക്കെ എടുത്ത് വെക്കണം, അതുകൊണ്ട് വൈകിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാശി ട്യൂഷന് കൊണ്ടുവിട്ടിട്ടുണ്ട്. കാശി ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ 3-4 ദിവസവും പോകാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ മിസ്സ് അതെല്ലാം പഠിപ്പിച്ചോളാം, ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടുന്ന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വിട്ടേക്കുന്നത്. അപ്പം ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ ഒന്ന് വന്നു. അതൊക്കെ ഒന്ന് കണ്ട് അവനാണെങ്കിൽ ഞാൻ എന്തോ വെച്ചാൽ എടുക്കുന്നതെന്ന് കാണണം. അങ്ങനെ പിന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇച്ചിരി വിനാഗിരിയും കൂടി ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു അപ്പുറത്ത് തോന്നി. ഞാൻ ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ, എൻ്റെ ജോലി ഇവിടെ അങ്ങ് ഒതുക്കിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ ചിക്കൻ ആയാലും ബീഫാണെങ്കിലും കഴുകി കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുവേ. അതിൻ്റെ ആ ചോരമയമൊക്കെ ഒന്ന് പോകാനും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. പക്ഷെ അത് നല്ലതാണ്, ആ ഒരു സ്മെല്ലൊന്നും അത്രയും കാണത്തില്ല, നല്ലതായിട്ട് അതിൻ്റെ ചോരയെല്ലാം പോവുകയും ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മസാലയൊന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ, സവാളയെല്ലാം വരട്ടിയിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ മസാലയൊക്കെ അങ്ങ് ചേർക്കുവാണ്. എപ്പോഴും ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ കാര്യം പറയണ്ടല്ലോ, എൻ്റെ ചിക്കൻ കറി മാത്രമായിട്ട് ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുമ്പോഴും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഒന്നും പറയാത്തത്. പിന്നെ നമ്മൾ കുറേ ദിവസമായി പാചകങ്ങളൊക്കെ ചെയ്തിട്ട്. നമ്മൾ ടൂറായിരുന്നു, അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് ഉറക്കം പോലും ശരിക്കും റെഡി ആയിട്ടില്ല കേട്ടോ. ടൂറെന്ന് പറഞ്ഞാൽ ഞാനൊന്നും വീട്ടിൽ പോയി 2 ദിവസം അങ്ങനെ പോയി. ടൂറും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നാ ശനിയും ഞായറും ഒക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓണത്തിൻ്റെ ആ ഒരു ചൂട് മാറി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരെയും കൂടെ വിളിച്ച് നമുക്ക് രാത്രിയിലൊന്ന് എല്ലാവരും കൂടെ ഒന്ന് കൂടാവുന്ന കരുതിയാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. അത് ഞാൻ ഒന്നും ഏട്ടനോട് പോലും ഞാൻ ചോദിച്ചില്ല, ഏട്ടാ അമ്മ അച്ഛനെ വിളിക്കട്ടെ. ഞാൻ നേരെ ചേച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചു, വൈകിട്ട് എപ്പോൾ വരും, ഇങ്ങോട്ട് വരുമോ. അത് കഴിഞ്ഞുകൊണ്ട് വരുമെന്ന് അവർ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയും വിളിച്ച് ഞാനങ്ങ് പറയുക. എന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, രാത്രി അമ്മയും അച്ഛനും
ഏട്ടനും എല്ലാം വരുന്നുണ്ട്, പോയി ഇതെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നതിലൊന്നും എതിർപ്പ് പറയത്തോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എൻ്റെ എന്തോ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഏട്ടൻ സാധിച്ചു തരും. അതുകൊണ്ട് അതിലൊന്നും എനിക്കൊരു സങ്കടവും ഇല്ല. എൻ്റെ അച്ഛൻ എങ്ങനെയാണോ എന്നെ നോക്കിയത് അതുപോലെ തന്നെയാണ് ഏട്ടനും എന്നെ നോക്കുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടുകളും വരുത്തിയിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ. ഞാൻ ആ തേങ്ങ ഇടയ്ക്ക് അരച്ചായിരുന്നല്ലേ, തേങ്ങ അരച്ചത് മോരുകറിക്കായിരുന്നു. അപ്പം ഒരുപാടങ്ങ് കുറുകിയല്ല വെച്ചത്, ഇച്ചിരി ലൂസായിട്ടാണ്. നമ്മൾ ചീനിക്കകത്തിലും കൂടെ ഒഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ലൂസാക്കി വെച്ചത്. അപ്പം കുറുകി ഇരുന്ന് കഴിഞ്ഞാൽ ചീനിക്കകത്ത് ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ ഞാൻ ലൂസാക്കി അതൊക്കെ വെച്ചു. അങ്ങനെ കടുക് വറുത്ത് വേറെ ഒഴിക്കുവാണ്. നമ്മൾ ഈ മൺചീനിച്ചട്ടിയിലായാലും നമ്മുടെ മൺകലത്തിലായാലും എന്തുണ്ടാക്കിയാലും ഒന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ കടുക് വറുക്കുകയോ ചെയ്യരുത് മൺചീനിച്ചട്ടിയിലും മൺചട്ടിയിലും ഒന്നും. അത് നമ്മൾ സെപ്പറേറ്റ് തന്നെ കടുക് വറുത്ത് ഒഴിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിനുള്ളതെല്ലാം മാറ്റിയിട്ടിട്ട് കടുക് വറുത്തിട്ട് ഇച്ചിരി ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇടുവാണ് കടുക് താളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും താളിച്ച് ഞാനങ്ങ് മോരുകറിക്ക് അതിലൊഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി അവിടെ ഇരുന്ന് വേവുവാണ്. വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു സംശയമുണ്ട്, അതിൻ്റെ അകത്തിൽ ആ ചിക്കൻ കറി മൊത്തം തികയുമോ എന്നുള്ളത്. അത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഇച്ചിരി ചിക്കൻ കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഇരുമ്പ് ചീനിച്ചട്ടിക്ക് അത് തികയുമോ എന്നൊരു സംശയമുണ്ട്. ഓർത്ത് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഉരുളിയിലോട്ട് മാറ്റാം എന്നുള്ളൊരു പ്ലാനിങ് ഞാനിങ്ങനെ നിൽക്കുവാണ്. എനിക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാനും എടുക്കാനും ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെ ഇളക്കുമ്പോൾ അതിന് പൊടിഞ്ഞു പോകും. ആ ഒരു പേടി കൊണ്ട് ഞാനത് മാറ്റും കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് മാറ്റണം. അത് കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അതുകൊണ്ട് ഞാനിങ്ങനെ അടച്ച് വെച്ചേക്കുവാണ്. വേറെ ഒരു അടപ്പുണ്ട്, അത് വെച്ച് അടയ്ക്കാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ സവാള തൊലി പൊളിച്ചതും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഇതുണ്ടായിരുന്നു, വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ഒക്കെ വേസ്റ്റ്. അങ്ങനെ അതെല്ലാം കൊണ്ട് വാഴയുടെ ചുവട്ടിലോട്ടിട്ടു. പ്ലാസ്റ്റിക്കും പേപ്പറും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാഴയുടെ ചുവട്ടിലിട്ടത്. അത് വേറെ പ്ലാസ്റ്റിക് വേറെ, പേപ്പർ വേറെ എല്ലാം ആണ് വെക്കുന്നത്. പ്ലാസ്റ്റിക് പിന്നെ ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. പേപ്പറെല്ലാം നമ്മളങ്ങ് കത്തിക്കുക. അപ്പോൾ ഇനി മിറ്റമൊക്കെ തൂക്കാനുണ്ട്, കുറച്ച് പരിപാടികളുണ്ട്. തുണി കഴുകാൻ ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ, അതിനി കയറിപ്പോയി അത് വിരിക്കണം. ജോലിയെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് തുണി കഴിയത്തുള്ളൂ കേട്ടോ. അതിനുള്ള സമയമുണ്ട്. അപ്പോൾ പിന്നെ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി അടുക്കളയിൽ ഏകദേശം കഴിയും. ഇനി ആ മീനൂടെ വറുത്താൽ മതി കേട്ടോ. മീൻ അമ്മയാണെങ്കിൽ അരപ്പ് പുരട്ടി തന്നതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നുമില്ലായിരുന്നു. വെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് മാറ്റി വെച്ച് സൂപ്പും വെള്ളം ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പും വെള്ളമല്ല, സോപ്പും വെള്ളം, പറഞ്ഞ കൂട്ടത്തിൽ മാറിപ്പോയതാണ്. പിന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം കൈയോടെ ഇരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുവച്ച് ഞാൻ പിന്നെ ആ ഒരു ജനലിൻ്റെ ആ ഭാഗം കൂടെ അങ്ങ് കഴുകിയെടുക്കുവാണ്. പൊടികളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ മീനെല്ലാം എൻ്റെ ചത്ത് പോയതുകൊണ്ട് എൻ്റെ ബൗളിൽ മീനൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഞാൻ വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് വെക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അത് ചുമ്മാ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം. അതിനൊഴിച്ച് വെക്കുന്നതാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് അതിലങ്ങ് വെള്ളം ഒഴിച്ച് വെക്കും. അങ്ങനെ പിന്നെ നമ്മുടെ ആ സ്ലാവെല്ലാം അങ്ങ് കഴുകിയെടുക്കുവാണ്. ചീനി അവിടെ ഇരിക്കുന്നത്, അത് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഏട്ടൻ അതെല്ലാം പൊളിച്ച് പറക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് ആവശ്യം പോലെ ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് അത് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എഗ്രിമെൻറ്റിൽ ഇരിക്കുവാണ്. ഇപ്പോൾ ജോലികളൊന്നും ചെയ്യേണ്ട, എൻ്റെ ചീനി മാത്രം എനിക്കൊന്ന് പൊളിച്ചരിഞ്ഞ് തന്നാൽ മതി ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ ഇനി ശ്രീമോനെ എനിക്ക് കുളിപ്പിക്കണം. പിന്നെ അവനെ ഉറക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഉറങ്ങോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഏട്ടനും ഉണ്ടല്ലോ, താമസമല്ലേ എഴുന്നേറ്റത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഇത്രയും സമയം കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ഒതുക്കണം, നീ ഒന്നുകൂടെ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുമോ? അവൻ ഉറങ്ങത്തില്ല. അതുകൊണ്ട് പിന്നെ അവനെ കുളിപ്പിച്ചിട്ട് ഉറക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ചപ്പാത്തി അങ്ങ് ചൂടാക്കി വെക്കുവാണ് ഏട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തി ചൂടാക്കുമ്പോൾ എപ്പോഴും കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കേ ചൂടാക്കത്തുള്ളൂ കേട്ടോ. കുഞ്ഞിനും ഉറക്കം വരുന്നുണ്ട്, അവൻ കൈയൊക്കെ വായി വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുളിപ്പിക്കാൻ സമയമായി, അതുകൊണ്ടാണ് ഒരു മൂശാട്ട. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവൻ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പം ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു, ഇച്ചിരി കൂടെ പറ്റാനുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രീമോനെ കുളിപ്പിച്ചിട്ട് വരാം, ഏട്ടൻ എടുത്ത് കഴിക്കണേന്ന് പറഞ്ഞു, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചിക്കൻ കറി ഓഫ് ചെയ്തിട്ടില്ല, കുറുകാനുള്ളത് കൊണ്ട്. ഏട്ടന് പക്ഷേ വിശപ്പ്, സമയം 11:30 ആയി, രാവിലത്തെ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അടുപ്പയിൽ നിന്ന് തന്നെ ഏട്ടൻ ചിക്കൻ കറി കോരിയെടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ പോയി ശ്രീമോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം ഞാൻ സമ്മതിക്കുന്നില്ല. അവനാണെങ്കിൽ കടന്ന് പൊളയ്ക്കുന്ന കണ്ട് നമ്മുടെ കൈ നിൽക്കത്തില്ല. അവൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് അത് നടത്തി കഴിഞ്ഞിട്ടേ അവൻ അടങ്ങത്തുള്ളൂ. ആരുടെ ആ മോൻ, എൻ്റെ അല്ലേ മോൻ. അപ്പോൾ പിന്നെ കാര്യങ്ങൾ സാധിക്കാൻ മിടുക്കാനായിരിക്കും. അങ്ങനെ പിന്നെ അവനെ കുളിപ്പിച്ച് ഞാനിങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ മുഖത്തൊക്കെ ഇരുന്ന് തട്ടുകയും ഉറക്കം വരുന്നിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ അവനെ ഉറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാൻ അവനെ അവിടെ ഏട്ടൻ്റെ കൂടെ ഇരുത്തിയിട്ട് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങ് പോകുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ആ മീനൂടെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ഇനി വൈകിട്ടത്തേക്കുള്ള പാചകമെല്ലാം ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മീനൊക്കെ അങ്ങ് വറക്കാൻ വേണ്ടി ഇട്ടിട്ട് ഞാനങ്ങ് പോവാണേ. അപ്പം ശ്രീമോനെ നോക്കണേന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് തൂത്ത് വരണം, ഇനി ജോലികളുണ്ട്. അപ്പം ശ്രീമോൻ എന്നെക്കാട്ടി മുന്നിൽ തൂക്കാനായിട്ട് നിൽക്കുവാണ് ചൂലുമായിട്ട്.
ഏട്ടനാണെങ്കിൽ എന്തൊക്കെയോ ബാങ്കിലെ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എഴുതുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഏട്ടൻ വേണ്ടാത്തൊരു പേപ്പർ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെടുത്ത പേപ്പറുകളാണ് തറയിലെല്ലാം കിടക്കുന്നത്. എന്തൊക്കെ സാധനങ്ങൾ, എൻ്റെ കുഞ്ഞിന് ഒരു സാധനവും ഇല്ലാത്ത രീതിയിലാണ് അവന് പ്ലാസ്റ്റിക് പാത്രങ്ങളും കാശിയുടെ ബോക്സും ഒക്കെ എടുത്ത് വെച്ച് കളിക്കുന്നത്. അവന് ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്. അവനായിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ പോലും കാശിക്ക് വാങ്ങിച്ചതെല്ലാം ഇവിടെ ഇരിക്കുമല്ലേ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ അതെല്ലാം തൂത്ത് വാരിയിട്ട് വെളിയിലോട്ടങ്ങ് ഇറങ്ങി മുറ്റം തൂക്കാനായിട്ട്. അങ്ങനെ അവിടെ വേസ്റ്റ് ആണെങ്കിൽ ഒരു സൈഡ് തൂത്ത് കൂട്ടിയതാണ്, തൂത്തത് കാണിക്കാൻ പറ്റിയില്ല. ഇനി ബാക്കി അങ്ങോട്ട് തൂക്കണം. ആ വേസ്റ്റ് കൊണ്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പോൾ എന്നെക്കാട്ടും മുന്നേ എൻ്റെ ശ്രീമോൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാറിയിരിക്കാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. അവനാണെങ്കിൽ ആ കുത്തുന്ന സാധനം കൊണ്ട് അവിടെ ഇരുന്ന് മണ്ണ് വാരിക്കൊണ്ടിരിക്കുകയാണ്. ചൂല് കിട്ടിയായിരുന്നെങ്കിൽ തൂത്തും വാരിയാൻ. അത്രയ്ക്ക് നല്ല മിടുക്കം മോനാണ് എന്നെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇത്രയും ഹെൽപ്ഫുള്ളായിട്ടുള്ള മക്കൾ? എനിക്കാണെങ്കിൽ ഒരു വേലയ്ക്ക് ഇരുവേല ഉണ്ടാക്കി തരുന്ന മക്കളാണ് കേട്ടോ രണ്ടും. നമ്മളെന്തെങ്കിലും വൃത്തിയാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് അവൻ അടുത്ത പണി ഉണ്ടാക്കി വെക്കുവേ. അങ്ങനെ പിന്നെ ഞാൻ അവനെ അങ്ങ് ഏഴൻ്റെ അടുത്ത് കൊടുത്തിട്ട് കഥ അടച്ചിട്ടാണ് ബാക്കിലോട്ട് വന്നത്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പുറം വന്ന എല്ലാ വേസ്റ്റ് എല്ലാം കത്തിച്ചിട്ട് ഞാൻ മേളിലോട്ട് കയറി പോവാണേ. അപ്പോൾ അവനെ ഉറക്കി എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ മറന്നുപോയി കേട്ടോ. കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് കയറി പോകുന്നത് തുണി വിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവൻ എൻ്റെ പുറകെ ഓടി വന്നേനെ. ആ കസേര നീക്കിയിടാഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ഉറങ്ങിയെന്നുള്ളത്. അവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ആ കസേര അങ്ങനെ ആക്കിയിട്ടിട്ട് കയറി വരാൻ പറ്റത്തില്ല. അവൻ നമ്മുടെ പുറകെ കയറി വരുവേ. അങ്ങനെ പിന്നെ ഞാൻ വന്ന് മേളിൽ തുണിയെല്ലാം വിരിക്കുവാണ്. എനിക്ക് കാശിയുടെ യൂണിഫോമും ഏട്ടൻ്റെ കുറച്ച് ഡ്രസ്സും ഒക്കെ ആയിരുന്നു വിരിക്കാൻ കൂടുതലായിട്ടും ഉള്ളത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴുകിയതെല്ലാം ഞാൻ വിരിക്കുവാണ്. മേളിലെല്ലാം നീറ്റായിട്ട് കിടക്കുമായിരുന്നു. ബെഡ്ഷീറ്റും എല്ലാം ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയൊക്കെ ഇന്നിവിടെ നിൽക്കുമല്ലോ കിടക്കാൻ. അപ്പോൾ നമുക്ക് നാളെ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഷർട്ട് ഞാനാണെങ്കിൽ മടക്കി വെച്ച കൂട്ടത്തിൽ അവിടെ അയലിട്ടതാണ് ഏട്ടൻ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഓർത്ത് അങ്ങ് മടക്കി വെച്ചേക്കാൻ പറയാം ഇന്നിടത്ത് ഇരിപ്പുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഇങ്ങനെ ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഏട്ടനാണെങ്കിൽ ചീനിയെല്ലാം എനിക്ക് അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീമോനും ഉറങ്ങിയത് കൊണ്ട് പിന്നെ ഏട്ടനും സമയമുണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഏട്ടനെല്ലാം അരിഞ്ഞ് പറക്കി എല്ലാം തന്നു. ഞാനപ്പോൾ അത് 3-4 വെള്ളത്തിൽ കഴുകി ഉപ്പുമൊക്കെ ഇട്ട് ഞാനങ്ങ് കുക്കറിൽ വെക്കുവാണേ. കുക്കറിൽ നിറഞ്ഞ് മണ്ട വരെ വെള്ളം വെച്ചത് കൊണ്ട് തന്നെ ഇച്ചിരി സമയം എടുക്കുമല്ലോ അത് ഒരു ബിസിലടിച്ച് വരാൻ വേണ്ടി. 2 ബിസിലടിപ്പിക്കുവേ. അപ്പോൾ ഞാൻ ഓർത്തു അത് കുക്കർ വെച്ചതിന് ശേഷം പോയി കുളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ പണി ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഇതിന് താമസമുണ്ട് നന്നായിട്ട്. അങ്ങനെ പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് കുളിക്കാനങ്ങ് കയറുവാണേ. അപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് വേണം പിന്നെ ഇനി നമുക്ക് ചീനി ഊറ്റാനും അരപ്പിടാനും ഒക്കെ. അങ്ങനെ ഞാൻ റെഡിയായിട്ട് അത് ഊറ്റിയിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയും പൊടിവാവയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പ്രവീൺ ചേട്ടനൊരു കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ പ്രവീൺ ചേട്ടൻ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ബസ്സിലിങ്ങ് വരാമെന്ന് പറഞ്ഞ്. കാശിയൊക്കെ കളിക്കുന്നത് തെർമോക്കോളിൻ്റെ ബോളാണ്. ലച്ചുവിനൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിനാണെങ്കിൽ ഗ്ലോബ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവൾ മെയിനായിട്ട് ബാഗൊക്കെ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളും കൊണ്ട് പറയുന്നു. അപ്പോൾ എനിക്കൊരു സമയം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ചീനി അവിടെ ഊറ്റിയിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിള്ളേർ വന്നപ്പോൾ ഞാൻ ഓർത്ത് ബ്രോസ്റ്റ് അടങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ, ഇതൊക്കെ പിള്ളേർ കഴിച്ച് വിശപ്പ് മാറ്റുമല്ലോ. അപ്പം ഞാനാണെങ്കിൽ ബ്രോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വെളിയിലിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ വാങ്ങിക്കണമെന്ന് നമുക്ക് വറക്കാനുള്ള. അങ്ങനെ പിന്നെ ചിക്കൻ ആണെങ്കിൽ കുറേശ്ശെ ഞാനെല്ലാം അങ്ങ് അരപ്പ് തേച്ചെല്ലാം അങ്ങ് വെക്കുവാണ്. അപ്പോൾ നമുക്ക് ചീനി ഇളക്കാനുണ്ട്. അപ്പോൾ ചേച്ചി ചോദിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നുമില്ലല്ലോ, ഇനി ഒന്നുമില്ല ചെയ്യാൻ. ചീനിയും കൂടി ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് ഇച്ചിരി ചീനി അരപ്പിടുന്നതിന് മുമ്പ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി ഇച്ചിരി അരപ്പിടുന്നത് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ക്യാമറ ഇരിക്കുന്ന കണ്ടേൻ ഇങ്ങനെ നോക്കിയത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇച്ചിരി പാടുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിനെന്നൊക്കെ ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ചീനിക്കതിൽ അത്രയും മതിയല്ലോ പിള്ളേർക്കെന്നും കരുതി ഞാനിത് മൊത്തത്തിൽ അങ്ങ് അരപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിച്ച് ടേസ്റ്റ് പിടിച്ചതുകൊണ്ടായിരിക്കും പിന്നെ ലച്ചു വന്ന് ചോദിച്ചു പാറുമാമി ഒരു ഇച്ചിരി ചീനിയും കൂടെ അരപ്പില്ലാതെ തരാനെന്നേ. അവൾ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അരപ്പിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു ശകലം പറ്റാതിരിക്കുന്ന ഭാഗത്തുനിന്ന് ഞാൻ ശകലം എടുത്ത് ലച്ചുവിൻ്റെ കൊടുത്തിട്ടുണ്ട്. കഴിക്കട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ ഇതിട്ട് അങ്ങോട്ട് ഇളക്കിയപ്പോഴത്തേക്ക് ഭയങ്കര പാട്. അടുപ്പയിലോട്ട് കയറ്റി വെച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങോട്ട് ഇളക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പാടായിരുന്നു. കട്ടിയുള്ള അല്ല, പക്ഷേ നല്ലതായിട്ട് വേവുന്ന ചീനിയായിരുന്നു, നല്ല ചീനിയുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ആ ജോലി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇപ്പുറത്തോട്ടിങ്ങനെ വന്നു. ബാക്കി ബ്രോസ്റ്റഡും കൂടെ ഇത് പുരട്ടി വെക്കാൻ വേണ്ടി. അരപ്പെന്നായി വരുന്ന അരപ്പല്ല, നമ്മുടെ ബ്രോസ്റ്റഡിൻ്റെ ആ പൊടിയെല്ലാം കൂടെ നമുക്ക് കലക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ ഇരുന്നുകൊണ്ട് ഈ ഗ്ലോബിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും പിള്ളേർ ചെയ്തോന്ന് ചോദിക്കുക, എങ്ങനെ ചെയ്തേന്ന് ചോദിക്കുക എന്നൊക്കെ ഞാൻ ലിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ. ഞാനും ഇങ്ങനെ ഗ്ലോബൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇവള് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. പിന്നെ നമ്മുടെ യൂട്യൂബ് അമ്മച്ചി ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ.
അങ്ങനെ യൂട്യൂബിൽ നോക്കാമെന്നൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. അപ്പം മുട്ടയ്ക്കകത്തിലോട്ട് എടുത്തിടുക, ബാക്കിയും കൂടെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൂടെ വെക്കാൻ ആ പാത്രത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ കുറേശ്ശെ അങ്ങ് വറുത്തെടുക്കാം, ആ സമയം കൊണ്ട് ബാക്കിയും കൂടെ പുരട്ടിയെടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊടിവാവ വന്നേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല, എൻ്റെ പൊടിവാവയ്ക്ക് മാത്രമേ സ്നേഹമുള്ളൂ. അവിടെ ഭയങ്കര ഡാൻസ് മേളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്നോട് ഒരു പാറുമാമി വന്ന് അവിടെ ഇരിക്കുക, അവരുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞെന്നെ വന്ന് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു മാമി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൂടെ അടുപ്പേ വെച്ചിട്ട് ബാക്കിയും കൂടെ അങ്ങ് അരപ്പ് പുരട്ടി വെക്കുവാണ്. അത് വെച്ചിട്ട് വേണം ഇനി പൊടിവാവയുടെയും കാശിയുടെയും ശ്രീമോൻ്റെ ഒക്കെ ഡാൻസ് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓരോ ജോലി ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലോട്ട് വരണ്ടല്ലോ, പിന്നെ പ്രോജക്റ്റും കൂടെ ചെയ്യാനുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വരുന്നത്, എൻ്റെ ജോലി കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം തന്നെ ജോലി ഒതുക്കിയിട്ട് ഞാൻ പിള്ളേരുടെ കൂടെ വന്നങ്ങിരിക്കുകയാണ്. എപ്പോഴും ഒന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ എല്ലാവരും കൂടെ കൂടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടനും പറഞ്ഞടി മതിയടി കഴിഞ്ഞ് വന്നിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളും ഇങ്ങ് പോന്നു, ഞാനും വന്ന് അവിടെ ഇരുന്ന് അങ്ങനെ പൊടിവാവയുടെ ഒക്കെ കൂടി ഇരിക്കാൻ. ഞാൻ പറഞ്ഞു ചിക്കൻ ആയി കഴിയുമ്പോൾ ചിക്കൻ തരാം ഇപ്പോൾ കഴിക്കാനെന്ന് പറഞ്ഞു. ചിക്കൻ ഇങ്ങനെയൊക്കെ കൊടുത്താൽ കഴിക്കും കേട്ടോ, കറി വെക്കുന്നതാണ് ആർക്കും ഇറങ്ങാത്തത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഇപ്പോൾ റെഡിയാവും, ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ സോസൊക്കെ ആയിട്ട് കൊണ്ട് 2 പാത്രത്തിലായിട്ട് കൊടുത്തു. അപ്പം പതുക്കെ നിന്നുകൊണ്ട് കഴിക്കുവാണ്. പൊടിവാവയാണെങ്കിൽ ചിക്കാന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ശ്രീമോനാണെങ്കിൽ ആ സോസാന്നൊക്കെ തിന്നുന്നത്. ശ്രീമോനൊന്നും ചിക്കൻ തിന്നുന്നൊന്നുമില്ല. പൊടിവാവയാണെങ്കിലും വലിയ കഴിപ്പൊന്നുമില്ല കേട്ടോ, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചവച്ചിങ്ങനെ തുപ്പുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പൊന്നിങ്ങി വാ മമ്മിയുടെ മടിയിലിരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിക്കൻ തിന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരിക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ ഡാൻസ് കളിക്കാനും തുള്ളാനും ഒക്കെ ആയിട്ടാണ് ഇറങ്ങി പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ കഴിച്ചൊക്കെ കഴിഞ്ഞെങ്കിൽ വാ നമുക്ക് ഗ്ലോബിൻ്റെ പണി നോക്കാം, രാത്രി ഒരുപാട് താമസിക്കേണ്ട, എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട്, അപ്പോൾ കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് നമുക്ക് നേരത്തെ കിടക്കണം, അതുകൊണ്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങ് വന്നേ. അപ്പം ഞാൻ ചേച്ചിയോട് പറയാം ചേച്ചി യൂട്യൂബിൽ നോക്കി സംഭവം എന്തോ നോക്ക്, എനിക്കൊരു ഐഡിയ ഇതാ, എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ ഐപാഡിലോട്ടൊന്ന് അടിച്ചതാ, എന്നിട്ട് നമുക്കത് നോക്കി ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാമല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്യാനുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ എൻ്റെ പണിയായുധങ്ങളെല്ലാം എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലാത്തത് നൂൽക്കമ്പിയും പിന്നെ അതിന് ഫുള്ളായിട്ട് അടിക്കാനുള്ളൊരു ബ്ലൂ വേണമായിരുന്നു. ബ്ലൂവും വൈറ്റും ഒക്കെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തീർന്നു കേട്ടോ. കാശിക്കാണെങ്കിലും അന്ന് ആ ഫെസ്റ്റിനൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലൂവും വൈറ്റും പെയിൻറ്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് വരാൻ ഞാൻ ലച്ചുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലച്ചു അതും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ എന്തോ ചെയ്യുവാന്നറിയാൻ വേണ്ടിയിട്ട് കണ്ട വാനരപ്പടകളെല്ലാം വന്ന് താഴെ നിൽക്കുന്നത്. അവർക്കിതിൻ്റെ മേളിൽ കയറണം. ആ ഗ്ലോബിന് വാങ്ങിച്ച തെർമോക്കോളിൻ്റെ ബോൾ കണ്ടതിനാണ് ശ്രീമോൻ മെയിനായിട്ട് നിൽക്കുന്നത്. ബോൾ കളിക്കുന്ന ബോളാണെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആ താഴെ കിടന്ന് അടി ഉണ്ടാക്കുന്നതൊക്കെ ഞാനിപ്പോഴാണ് കണ്ടത്. അവൻ്റെ ബ്രഷ് അവളെടുത്തതിനാണ് പിടിച്ച് വാങ്ങിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് തിരിച്ച് അവൾ വന്നിട്ട് അവൾക്ക് മേളിൽ കയറണം, ഞാൻ ചെയ്യുന്ന എന്തോന്നൊക്കെ കാണണം, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ പിള്ളേരെ അവിടെ പോയി നിൽക്കും. പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരെ എന്തിനാണ് പറയുന്നത്, കാശ് കാണിക്കുന്നതോ. കാശിയാണെന്നുണ്ടെങ്കിൽ പെയിൻ്റ് എല്ലാം കറക്കുകയോ, എൻ്റെ ഡൈനിങ് ടേബിൾ മൊത്തം പെയിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പണി അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം എല്ലാം വരച്ചെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബ്ലൂ കൊടുക്കേണ്ടടത്തെല്ലാം ബ്ലൂ കൊടുക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെയാണോ സംഭവം, എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, എങ്കിലും ഞാൻ ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു ഇതിൽ ഞാനങ്ങ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സമയം 9:15 കഴിഞ്ഞു. ലാസ്റ്റ് ആൾ കടയിൽ വന്നിട്ടേ അമ്മ പിന്നെ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ കടയൊക്കെ അടച്ചിട്ട് വന്നതാണ്. പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് അമ്മ പിള്ളേരെക്കാട്ടി അങ്ങ് കുഞ്ഞായി. അമ്മ ഡാൻസൊക്കെ കളിക്കുവാണ് എല്ലാവരുടെയും കൂടെ. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും നല്ല രസമാണ്, എല്ലാവരും കൂടെ കാര്യം പറച്ചിലും ഡാൻസും പാട്ടും ഒക്കെ തന്നെയാണ്. അപ്പോൾ നിൽക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നിൽക്കത്തില്ല, പോകണം, വെളുപ്പിനെ ഒന്നും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല, അച്ഛനാന്നേലും വെളുപ്പിനെ വണ്ടി ഓടിക്കാനൊന്നും വയ്യ, രാവിലെ എഴുന്നേറ്റ് അങ്ങ് ശീലിച്ചത് കൊണ്ടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ ആ ശീലം മാറ്റേണ്ട, അച്ഛൻ 5 മണിയാകുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് അങ്ങ് ഇരുന്നോളാം ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു കടയിൽ ആൾ വരുമെന്നൊക്കെ പറഞ്ഞു. വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ, അവിടുത്തെ ആൾക്കാരെല്ലാം പോയതുകൊണ്ട്. എങ്കിലും അവർ ശീലിച്ചത് അങ്ങനല്ലേ. ഞാൻ എന്നിട്ട് കളിയൊക്കെ ചെയ്തു, അവിടുത്തെ കട്ടിലെ കിടന്നാലേ ഉറക്കം വരത്തുള്ളല്ലേ, ആ കട്ടിലായിട്ട് എന്താ വരാഞ്ഞെന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു ചുമ്മാ. അപ്പം ഞാൻ പിന്നെ ഒത്തിരി താമസിപ്പിക്കേണ്ടല്ലോ എന്നും കരുതി കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ പറക്കി വെക്കുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓരോ കറികളും ചീനിയും ബീഫ് കറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച കറിയല്ല, റോസ്റ്റ്. അച്ഛൻ ചിക്കൻ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ബീഫ് റോസ്റ്റ് വാങ്ങിച്ചത്. പിന്നെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ റോസ്റ്റഡും പിന്നെ ചിക്കൻ കറി. ഇത്രയായിരുന്നു നമ്മുടെ ഫുഡ്. അങ്ങനെ പിന്നെ എല്ലാവരെയും ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ച് ഞാൻ പാത്രവും ഗ്ലാസ്സും എല്ലാം കൊണ്ടുവച്ച് വെള്ളസഹിതം എല്ലാവർക്കും ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാവരോടും കഴിക്കാൻ വിളിച്ച്. അപ്പോൾ അമ്മയാണെങ്കിൽ വന്ന് നമ്മൾ ഗുരുവായൂർ വെച്ച് ശ്രീമോൻ്റെ ബർത്ത്ഡേക്കല്ല ചോറൂണിന് എടുത്ത ഫോട്ടോയാണ് നമ്മളവിടെ ഒട്ടിച്ചേക്കുന്നത്. അതാണ് അമ്മ നോക്കിയത്. അങ്ങനത്തെ പിന്നെ ഓരോരുത്തർ കഴിക്കാനായിട്ട് അങ്ങ് ഇരിക്കുക. അപ്പോൾ കാശി ഇടയ്ക്ക് വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസ് കിടക്കുന്ന കണ്ടതിൽ അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്.
ഞാൻ പറഞ്ഞു നീ മാത്രമല്ലല്ലോ കൊച്ചുങ്ങളുള്ളത്, പൊടിവാവയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഇല്ല എനിക്കെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അവൾ കഴിക്കത്തൊന്നുമില്ല, അവന് കൊടുക്കുന്നു. അവനല്ലേലും ലെഗ് പീസ് വേണം, അവൻ അതാ ഇഷ്ടം കേട്ടോ. ബ്രോസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും അതിൻ്റെ ലെഗ് പീസും അവൻ തന്നെ കഴിച്ചത്, പൊടിവാവയ്ക്ക് കൊടുത്തില്ല. രാവിലെ ഒരു ലെഗ് പീസ് ഏട്ടനെടുത്തു, ഒരെണ്ണം പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇവന് സ്കൂളിൽ വല്ലതും കൊടുത്തു വിടാമെന്നും കരുതി. അപ്പോൾ അതും എടുത്തിട്ടില്ല, ആകെ 3 ഉള്ളായിരുന്നു. അത് കാശി കഴിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ എല്ലാവർക്കും കുറച്ച് കൊടുക്കും. അപ്പോൾ ശ്രീമോൻ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പാപ്പൻ്റെ കൂടെ കയറി എളിയാലിരുന്നത്. ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനെ കൂടെ കഴിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ അവനെ എടുത്തുകൊണ്ടങ്ങ് പോയി. ഇത് നമ്മൾ മോരുകറിയാണ് കേട്ടോ. മോരുകറി അമ്മയ്ക്ക് ഇച്ചിരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിച്ചതാണ്. അച്ഛൻ പിന്നെ മോരുകറിയൊന്നും കഴിക്കത്തില്ല. അച്ഛനാണെങ്കിൽ ചീനി മീൻകറിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ മീൻ പോയിട്ട് നല്ല മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ബീഫ് റോസ്റ്റ് വാങ്ങിച്ചല്ലെന്നുണ്ടായിരുന്നു മീൻകറി തന്നെ വേഗം വെച്ചേന്. ചൂരയോ മോതയോ എല്ലാം കിട്ടുമെന്നും കരുതി ഏട്ടൻ പോയി, പക്ഷെ കിട്ടിയില്ല. കുറേ കുഞ്ഞു മീനുകളൊക്കെ ഉള്ളത്, അതൊന്നും കറി വെച്ചാലും അത്ര ഇതാവത്തില്ല. അപ്പോൾ നല്ല മീനൊന്നും കിട്ടാത്തതുകൊണ്ട് മീൻ കറി നമ്മൾ ഒഴിവാക്കി. പ്രവീൺ ചേട്ടൻ പിന്നെ ഒരു കല്യാണത്തിന് പോയിട്ട് വരുവാന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ പ്രവീൺ ചേട്ടൻ കഴിച്ചിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ ബസ്സിന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഇന്നടത്തായെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ പ്രവീൺ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നടത്തെത്തി ഏട്ടൻ ചെല്ലി വിളിക്കാനെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പള്ളിമുക്കിൽ എത്തിയിട്ട് വിളിച്ചാൽ മതി അളിയാ, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളവിടെ നിൽക്കുന്നത്. അപ്പം ബിഗ് ബോസ് അവിടെ നടക്കുന്നതുകൊണ്ട് ലച്ചു അങ്ങ് എസ്കേപ്പായി ഇവിടുന്ന്. ഞാൻ അവിടെ പോയിരുന്നത് കണ്ടുകൊണ്ട് കഴിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഞാനും ഇത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ബിഗ് ബോസ് ഞാൻ കണ്ടതുമില്ല. ഞാൻ പിന്നെ ഓർത്തു ഇനി നമുക്ക് എപ്പോഴായാലും കാണാമല്ലോ, ടി വിയിലോ ഫോണിലൊക്കെ കാണാമല്ലോ എന്നും കരുതി പിന്നെ ഞാൻ ഓർത്തു ഇവരല്ലേ എപ്പോഴും വരാത്ത, എല്ലാവരുടെയും കൂടെ നിൽക്കണം, അങ്ങനെ തന്നെ നിന്നു. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാവരും വരുന്നതൊക്കെ. നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ, അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വരണമെന്നും ഇവിടെ താമസിക്കണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കട അവിടെ നിന്ന് വിടാതെ അവർക്കൊന്നും വരാനും എടുക്കാനും പറ്റത്തില്ല. കടയെന്നും പറഞ്ഞ് ജീവിക്കുന്നവരല്ലേ, അവരുണ്ടാക്കിയത് മൊത്തം ആ കടയിൽ നിന്നാണ്. അപ്പോൾ അത് കളഞ്ഞിട്ട് വരാനും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് പോകണമെന്ന് മനസ്സിലായിട്ടോ. ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, അമ്മ പറയാം ഇന്നൊരു ദിവസം നിന്നാൽ എന്താണെന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ അച്ഛന് പോകണം, അതുകൊണ്ട് അച്ഛനങ്ങ് പോകുന്നത്. അമ്മയാണെങ്കിൽ വെളിയിൽ നിന്നിട്ട് വരുമ്പോൾ നമുക്ക് തിരുവാതിര കളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് വെളിയിൽ നിന്ന് കളിച്ചതാണ് കേട്ടോ. അമ്മയ്ക്ക് മനസ്സില്ലാ അമ്മ പോകുന്നത്. എന്നിട്ട് എന്നോടൊരു പറച്ചിലും ഇനി അടുത്ത ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് വരാം. ഞാൻ പറഞ്ഞു അതെന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയും അച്ഛനും പോയി. ഏട്ടനാണെങ്കിൽ പ്രവീൺ ചേട്ടനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ കുറച്ച് സമയമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ലച്ചു പറയും അയ്യോ ബിഗ് ബോസ് തുടങ്ങിയെന്നും പറഞ്ഞിട്ട് ഓടിപ്പോയതാണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന്. അപ്പോൾ പറയാം നിന്നെയും കൊണ്ട് തോറ്റെന്ന് പറഞ്ഞ് കയറി വരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക് യു.